ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. നിവിൻ പോളി ബി ഉണ്ണികൃഷ്ണൻ മൂവി. സിനിമയുടെ ടൈറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ, പ്രതിച്ഛായ. പ്രതിച്ഛായക്ക് വലിയ കോട്ടം വന്നില്ല, കറക്റ്റ് പേര് തന്നെ വന്നതുകൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പേര്, ഇല്ലെങ്കിൽ പ്രതിച്ഛായൊക്കെ അങ്ങ് പോയേനെ. അതെ, കുറച്ച് മുൻപേ അറിയായിരുന്നു, പറയാതിരുന്നതാണ്. പിന്നെ ഇന്നലെ നമ്മൾ പറയണല്ലോ, അങ്ങനെയാണല്ലോ അതിന്റെ രീതി. പിന്നെ അന്ന് വൈകുന്നേരം വരുന്നത്, പിന്നെ അന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്നാ പറയുന്നത്. എന്തായാലും പ്രതിച്ഛായ നല്ല കിഡിലസ്കി പേരാണ്. കാരണം അത് ബി ഉണ്ണികൃഷ്ണൻ ആള് ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയ കുറേ സിനിമകൾ ആളുടെ പ്രതിച്ഛായക്ക് നല്ല കോട്ടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് നിവിൻ പോളി. ഇപ്പോൾ സർവമായ എന്ന സിനിമയ്ക്ക് ശേഷം ആ പ്രതിച്ഛായ നിലനിർത്തുമോ ഇല്ലയോ എന്നുള്ളതൊന്ന് കാണാം. അതെ, പിന്നെ കാണണല്ലോ. എന്തായാലും ഒഫീഷ്യൽ ട്രailer ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ട്രailer ലോഞ്ചൊക്കെ ഉണ്ടായിരുന്നു, വലിയ സംഭവമായിട്ടാണ് വരുന്നത്. ലാലേട്ടൻ മുഖ്യാതിഥിയായിരുന്നു. അപ്പോൾ തുടങ്ങാം. ട്രailer ഗോകുലം മൂവീസ് അല്ലേ ഇതിന്റെ? അതെ അതെ അതെ, അങ്ങനെയാണല്ലോ, അതാണല്ലോ ലാലേട്ടൻ അവിടെ. പിന്നെ അത് മാത്രമല്ല, ആൾറെഡി ഒരു റൂമർ വന്നിട്ടുണ്ട്, നിവിൻ പോളിയും ലാലേട്ടനും ഒരുമിക്കുന്ന ഒരു സിനിമ വരുന്നുണ്ട്, മറ്റൊരു സിനിമ. പൊളി പരിപാടിയാണ്. പിന്നല്ല, നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് എന്റെ വിജയകഥ കേൾക്കാനാണ്. അതെ, ആം ഐ സക്സസ്ഫുൾ? വിജയം ചിലപ്പോൾ നിങ്ങളുടെ ഡെസിഗ്നേഷൻ ടാഗോ പേ പാക്കേജ് ഒക്കെ ആയി ഡിഫൈൻ ചെയ്യപ്പെടാം. പക്ഷെ അത് അങ്ങനെയാണോ? ഗാന്ധിജിയും നെഹ്റുവും EMS AKG വിജയിച്ചവരാണോ, അതോ പരാജയപ്പെട്ടവരോ? ലൂസിഫർ ടച്ച് ഉണ്ടല്ലോ. മന്ത്രിസഭാ ഫോർമേഷനിൽ പല ഇക്വേഷൻസും ഉണ്ട്. ജാതി, മതം, നിർണായക ശക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ പലതിൻ്റെ മുകളിലാണ് ഞങ്ങളെല്ലാം കസേരയും വലിച്ചിട്ടിരിക്കുന്നത്. മാർക്കറ്റിന് ഡിമാൻഡ് അനുസരിച്ച് വിഗ്രഹങ്ങളെ സൃഷ്ടിക്കുന്നതും തകർക്കുന്നതും നിങ്ങളാണ്. വർഗീസേ, 2 സീറ്റ് ഭൂരിപക്ഷത്തിന്റെ നെഗളപ്പിന് ഒരു മര്യാദയൊക്കെ വേണം കേട്ടോ. നീ ഒരു കറക്റ്റീവ് ഫോഴ്സ്. ഞാൻ ഇന്ന് വീഴുമെന്ന പരക്കെ പറിച്ചില്ല. മടിയിൽ കനവില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ടല്ലോ. ലോകം നമുക്ക് സായികുമാർ, ആനകൃഷ്ണോ, സാറിന് അവനെ പറ്റിയല്ല അറിയാം, എന്നെ പറ്റിയോ? ഈച്ചനെ ആട്ടിയിടായിരുന്നു. സോഷ്യൽ മീഡിയയും പോലീസാണ്. വില്ലൻ വ്യക്തികളില്ല, പ്രതിച്ഛായകൾ മാത്രമേ. അതാണ് പ്രതിച്ഛായ. ഇനി ഞാൻ പറയും, സാർ കേൾക്കും. കുറേ ഉണ്ടല്ലോ അല്ലേ? കുറെ സിനിമകളിൽ വന്നിട്ടുള്ള ഡയലോഗാണല്ലോ. ഇനി ഞാൻ പറയും. അതെ, ഈ അടുത്ത് തുടരുന്നു പോലും ഹിറ്റായിരുന്നു. ഇനി ഞാൻ പറയും, സാറ് കേൾക്കും. അതെ, എന്താണെങ്കിലും പക്കാ രാഷ്ട്രീയ സിനിമ. അതെ, തോന്നുന്നു 1ന് ശേഷം മലയാളത്തിൽ ഇത്രയും രാഷ്ട്രീയം കൂടുതലായിട്ട് ചർച്ച ചെയ്തിട്ടൊരു സിനിമ വന്നിട്ടില്ലല്ലോ. 1 അല്ലേ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, മമ്മൂക്ക നായകനായത്. അത് തന്നെയാണെന്നാണ് ഓർമ്മ. അതിനുശേഷം പിന്നെ ചെറിയ അല്ല, അതിലൊക്കെ ചെറിയ രീതിയിലല്ലേ വന്നു പോയിട്ടുള്ളൂ, എമ്പുരാനിലാണെങ്കിലും. പിന്നെ എമ്പുരാനിലെ രാഷ്ട്രീയം വേറെ ആയിരുന്നു മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഫുൾ രാഷ്ട്രീയം പറയുന്ന സിനിമയല്ലല്ലോ, ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. കണ്ടു തോന്നിയത് കുഴപ്പമില്ലാതെ തോന്നുന്നു, അത്രേ നമുക്ക്. അല്ലാതെ ഇത് കൂടുതലായിട്ടൊന്നും അവര് പുറത്തു വിട്ടിട്ടുമില്ലല്ലോ, എന്താണ് സംഭവം, എന്താ നടക്കുന്നതെന്നൊന്നും. അതെ, ഒരു പ്രത്യേക മൂഡിലാണ് ട്രailer വന്നിട്ടുള്ളത്. പിന്നെ വേറെ കാര്യമുണ്ട്, ബി ഉണ്ണികൃഷ്ണന്റെ സിനിമകളുടെ ട്രailerഉം ടീസറും ഒക്കെ ഗംഭീരമായിട്ടായിരിക്കും. അതൊരു സത്യം. ആ കാര്യത്തിൽ പ്രതിച്ഛായ തെറ്റിച്ചിട്ടില്ല അല്ലേ? ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇനി പ്രതിച്ഛായ മാറുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. അത് വലിയൊരു വെല്ലുവിളിയാണ്. അത് ആളുടെ ഡു ഓർ ഡൈ പരിപാടിയാണ്. അല്ലേ? സത്യം. പക്ഷെ ഇങ്ങനത്തെ ഒരു സ്റ്റോറി പറയുമ്പോൾ നല്ലൊരു സാധനമാണെങ്കിൽ ഓക്കെയാണ്. പിന്നെന്താ, ഇത് നല്ല മേക്കിംഗ് ഇതിൽ കാണാനുണ്ട്.
സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതന്നെ എടുത്തറിയിക്കുന്നുണ്ട് ഓരോ സ്ഥലത്തും. പിന്നെ ഇങ്ങനത്തെ സിനിമ പറയുമ്പോഴേ ആ ഒരു വൈഡായിട്ട് ഇപ്പോൾ കുറേ ക്രൗഡിനെ കുറിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ വൈഡായിട്ടുള്ള ഒരു ഫീല് വരണം, അത് കിട്ടുന്നുണ്ട്. ഈ സിനിമയ്ക്ക് ഓൾറെഡി ഇതിന്റെ ക്രൗഡ് ഭയങ്കരമായിരുന്നു. ഇതിന്റെ ലൊക്കേഷൻ സ്റ്റിൽസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. 1000-1500 ആൾക്കാരൊക്കെ വെച്ചിട്ടാണ് ഓരോ ഷോട്ടുകളൊക്കെ ചെയ്തിട്ടുള്ളത്. മിക്കയിടങ്ങളിലും ആൾക്കാർ കൂടിയിട്ടുള്ള പരിപാടി തന്നെയാണ്. അതെ. എന്തായാലും നിവിൻ പോളിന്റെ അതായത് ഇംഗ്ലീഷും മലയാളം കൂട്ടിയിട്ടുള്ള ഒരു ഡയലോഗ് ഡെലിവറിക്ക് എന്തോ ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തു. തനി നാടൻ അല്ലെങ്കിൽ തനി മലയാളം പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും കൂടി ഒരു വൈബ് കിട്ടിയതിനൊന്ന് ഫീല് തോന്നുന്നു. എന്താ പറയുക, ഇംഗ്ലീഷ് കൂടി കൂട്ടി പറയുമ്പോൾ ഇന്റലക്ച്വലാവും. അതെ, അതിന് പറ്റിയ ഒരാളല്ല നിവിൻ പോളി എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. നിവിൻ പോളി എപ്പോഴും നമ്മുടെ ഒരു സാധാരണ സംസാരിക്കുന്ന രീതിയിൽ അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഒരു പ്രത്യേക എടുപ്പുള്ളത് കേട്ടോ. ഈ ഇംഗ്ലീഷും അതായത് മലയാളം സംസാരിക്കുന്നു, അതിൻ്റെ ഇടയിൽ ലാസ്റ്റ് ഏതെങ്കിലും ഒരു വാല് കൊണ്ടുപോയി ഇംഗ്ലീഷ് പറയുന്നു, ഈ രീതി ഉണ്ടല്ലോ. ഈ രീതി ദിലീപിന് തന്നെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് അങ്ങനത്തെ സാധനം വന്നിട്ട് അന്നും ഇന്നും പെർഫെക്റ്റ് അത് മമ്മൂക്ക. അത് ഇനി ചെറുതായിട്ടൊന്ന് മലയാളത്തിൽ അങ്ങനെ തുടങ്ങിയിട്ട് ഇംഗ്ലീഷ് കൊണ്ട് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു പവർ ഉണ്ടാവും. അത് ലാലേട്ടന് പോലും ചില സമയത്ത് പറ്റില്ല ഈ ഒരു സാധനം. ഇങ്ങനെ മലയാളത്തിൽ സംസാരിച്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്ന സാധനം. എനിക്കത് തോന്നിയിട്ടുള്ളത് അത് ദിലീപിന് അത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാവരുടെ കാര്യവും ഓക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നിവിൻ പോളിക്കും അതേ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിവിൻ പോളിക്ക് അത് നന്നായിട്ടുള്ളതാ. അത് മലയാളത്തിലാണെങ്കിൽ ആളെ അടിപൊളിയാക്കും, ഒരു സംശയവും വേണ്ട പോളിക്കും. എന്തായാലും നിവിൻ പോളിൻ്റെ ആ ഒരു പ്രശ്നം മാത്രം ഇതിൽ നിഴലിച്ച് നിൽക്കുന്നുണ്ട്. അതിൻ്റെ കാര്യത്തിൽ ആ ഒരു പ്രതിച്ഛായക്ക് എന്തെങ്കിലും കോട്ടം വരുമോ എന്നുള്ളത്, പ്രതിച്ഛായ തിരിച്ചെടുക്കുമോ എന്നുള്ളത് എന്താണെന്നറിയോ, ഈ ഒരു ക്യാരക്ടർ അങ്ങനത്തെ ഒരു അത്യാവശ്യം ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് മേ ബി ചിലപ്പം അതങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ആയി പോകും. അല്ലാതെ ഒരു സാധാരണ താഴെ തട്ടി നിൽക്കുന്ന ഒരാളല്ലല്ലോ. അപ്പൊ അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ. എന്തായാലും എന്താണ് ഇതിൽ പറയുന്നത് അറിഞ്ഞുകൂടാ. ഇതിന്റെ ട്രെയിലർ കണ്ടിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ, അതായത് സമകാലികമായിട്ട് നമ്മുടെ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ നടന്ന എന്തെങ്കിലും ഒരു കാര്യം പറയാനുള്ള ഒരു ശ്രമമാണോ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടിട്ട് ഒരു സംശയമില്ലാതില്ല, എന്തോ ഒരു ഇൻസിഡന്റ് അത് ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും സിനിമ മുന്നോട്ട് പോകുന്നത്. എന്താണെങ്കിലും ബാലേന്ദ്ര മേനോനൊക്കെ കുറെ നാളുകൾക്ക് ശേഷം അഭിനയിക്കുന്നതാണ്. ബാലേന്ദ്ര മേനോനുണ്ട്, സായികുമാർ ഉണ്ട്, ഹരിശ്രീ അശോകനുണ്ട്. ഹരിശ്രീ അശോകന്റെ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ആണോ എന്നുള്ള സംശയമുണ്ട്. പിന്നെ ഷറഫുദ്ദീനാണ് വില്ലൻ, മെയിൻ വില്ലൻ ആയിട്ട് ഷറഫുദ്ദീൻ തന്നെയാണെന്ന് തോന്നുന്നു. അതായത് മീഡിയ ടീം ഏതാണ്ട് എല്ലാവരും ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് റോളായിട്ടാണ് കാണിക്കുന്നത്. കാരണം പ്രതിച്ഛായ എന്നുള്ള പേരും കൂടി വരുമ്പോൾ ഒരാളുടെ, അതായത് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ വ്യക്തികളില്ല, പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പ്രതിച്ഛായ ഇല്ലാതാക്കുന്നതും അത് ഉണ്ടാക്കി കൊടുക്കുന്നതും ഒക്കെ മീഡിയാസാണ്. അപ്പോൾ അത് ഇവിടെ വില്ലന്മാർ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. എന്താണെങ്കിലും കാത്തിരിക്കാം. റിലീസ് ഡേറ്റ് കാണിച്ചിട്ടില്ലല്ലോ? ഇല്ലല്ലോ, കാണിച്ചിട്ടില്ല. അപ്പം വെയിറ്റ് ചെയ്യാം ഇനി അതിന് വേണ്ടിയിട്ട്. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ബി ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. എഴുതിയതും ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. സാരിഷ് മുഹമ്മദും പിന്നെ ദേവ് ഷാജി ഇവരൊക്കെ ഹെൽപ്പിംഗാ, സഹായികളാ സ്ക്രിപ്റ്റിന്റെ. ഡയറക്റ്റ് സ്ക്രിപ്റ്റ് അല്ല. ഓക്കെ ബൈ.